Welcome to AAA Profit Analytics weekly market view dated 4th May. കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ടും നമുക്കറിയാം കുറേ ദിവസങ്ങളുടെ ഹോളിഡേയ്സ് വരികയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻസിൻ്റെ പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് വളരെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളതൊന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ വീക്കിലും നമുക്കറിയാം മൺഡേയും വെനസ്ഡേയും ഹോളിഡേ ആയിരുന്നു. അപ്പോൾ തന്നെ മാർക്കറ്റിൻ്റെ ഒരു റിതം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വീക്കിലും. ജസ്റ്റ് 42 പോയിൻറ്റ്സ് മൈനസ് ആയിട്ട് അപ്പോഴും മാർക്കറ്റ് ഒരു നമുക്കറിയാം 11,700 മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് മാർക്കറ്റ് ഇലക്ഷനിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മാർക്കറ്റ് ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 11,856 വളരെ അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് കറക്ഷനോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വാദിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നോക്കുക, അലൊക്കേഷൻ ഓഫ് ഏഷ്യ ഫോക്കസ്ഡ് ഫണ്ട്സ് 13%ലേക്ക് മാർച്ചിൽ 30%ലേക്ക് ഉയർന്നിരിക്കുകയാണ്. 2019 ഏറ്റവും ഹയസ്റ്റ് ആണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എമർജിംഗ് മാർക്കറ്റ് ഫണ്ട്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും 10.1%ലേക്ക് ഉയർന്ന് 2019 ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഏഷ്യ ഫോക്കസ്ഡ് ഫണ്ട്സ് ആയാലും ഗ്ലോബൽ എമർജിംഗ് മാർക്കറ്റ് ഫണ്ട്സൊക്കെ ആയാലും അവർ ഗ്ലോബലി ഏത് മാർക്കറ്റിലാണ് കൂടുതൽ റിട്ടേൺ ലഭിക്കുക എന്നുള്ളത് അനലൈസ് ചെയ്ത് കൃത്യമായി പഠിച്ച് അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇന്ത്യയിലേക്ക് കൂടുതൽ അലോക്കേഷൻ നൽകുന്നതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ മാർക്കറ്റ് അടുത്ത വർഷങ്ങളിൽ, ഈ വർഷം മാത്രമല്ല അടുത്ത വർഷങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനാണ് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ അലോക്കേഷൻ കൂട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാനല്ല ഈ സമയം ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ടാവാം. അതേസമയം നമ്മൾ ഇങ്ങനെയുള്ള മറ്റു ബിഗ് പ്ലെയേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടേതായ ഇൻ്റലിജൻസും അതുപോലെയുള്ള റിസർച്ചിൻ്റെ ടീമുകളുമൊക്കെ ഉള്ള വലിയൊരു ഫെസിലിറ്റീസ് അവർക്കുണ്ടാകും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ നേരത്തെ മനസ്സിലാക്കി അവിടേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ മാർക്കറ്റിനെ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് പേടിച്ച് മാറി നിൽക്കാതെ അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റ് നേടാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറേ ക്ലൂസ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം അല്ലാതെ മാർക്കറ്റിൽ ഇപ്പോൾ ഇലക്ഷനെ പേടിച്ച് മാറി നിന്ന് നമ്മൾ ഇലക്ഷന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷേ അവിടെ ഉണ്ടാകണമെന്നില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ പലപ്പോഴും ഈ വീക്കിലി വ്യൂവിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. മാർക്കറ്റ് ഇങ്ങനെയുള്ള ക്ലൂസ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം നമുക്ക് ഈ ബിഗ് പ്ലെയേഴ്സിൻ്റെ അവരുടെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി അവരോടൊപ്പം മൂവ് ചെയ്യുകയും അവരത് വിറ്റ് അവരോട് നിന്ന് മാറുന്നതിന് മുമ്പ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ആസ് എ റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രീതിയിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ മാർക്കറ്റ് 11,650ക്കും 11,800നും ഇടയിലൊരു ട്രേഡിംഗ് ആണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി നമുക്ക് ഈ മാർക്കറ്റിൽ വോള്യൂം എല്ലാം കുറവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റുള്ള മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ പോയിന്റ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഇന്ത്യ വിക്സ് ആയാലും അതുപോലെ പുട്ട് കോൾ റേഷ്യോ ആയാലും ക്രൂഡിൻ്റെ പ്രൈസ് ആയാലും അതുപോലെ കറൻസിയുടെ മൂവ്മെൻ്റ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർക്കറ്റ് ബുൾസിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഡാറ്റകളെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും നമ്മുടെ സ്ട്രാറ്റജി ബൈ ഓൺ ഡിപ്പ് എന്നുള്ളൊരു രീതിയിലും അതേസമയം ഹൈ ലെവൽസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി തന്നെയാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഫോളോ ചെയ്യേണ്ടത്.
ഇപ്പോൾ നമുക്ക് അടുത്ത വീക്കിൽ ഒരു സ്ട്രാറ്റജി പറയുകയാണെങ്കിലും 11,700-നും 11,650-ക്കും ഇടയിൽ മാർക്കറ്റ് നിഫ്റ്റി വരികയാണെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കുകയും അതേസമയം നമുക്കൊരു 11,850-ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും അടുത്ത വീക്കുകളിൽ നമുക്ക് ഇലക്ഷന് മുന്നോടിയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ റിസൾട്ടിനെ കുറച്ചുകൂടെ ഏതെങ്കിലും കുറേ കൂടെ ഒരു ക്ലിയർ ആയിട്ടൊരു ഇൻഡിക്കേഷൻ വരികയാണെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള റാലിയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കറക്ഷനൊക്കെ ഉണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റേഞ്ച് ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോങ് പൊസിഷൻസ് 11,700-നും 11,650-ക്കും ഇടയിൽ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് ലോസ് 11,600 തൊട്ട് താഴെയായിട്ടൊരു സ്റ്റോപ്പ് ലോസ് കൂടെ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിംഗ് ആണ് നമുക്ക് ട്രേഡിംഗ് ആണ് അടുത്ത വീക്കിലേക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നത്. ഇപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഒരു നമ്മുടെ ഡിമാൻഡ് സപ്ലൈ ചാർട്ടൊന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുന്നത് ഒരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 11,575-ഉം അതുപോലെ 11,612 എന്നുള്ള ലെവലിലാണ്. അവിടെ വരുമ്പോൾ മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം നമുക്ക് സപ്ലൈ സോണായിട്ട് നിൽക്കുന്നത് 11,754-നും 11,791-നും ഇടയിലാണ്. ഈ ലെവലിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കുറച്ച് ദിവസമായിട്ട് ആ ലെവലിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് പോവുകയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അത് എസ്പെഷ്യലി ഈ ഒരു ഇലക്ഷൻ മുന്നോടിയായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്തായിട്ട് ഇനി ഒരു വീക്ക്ലി ചാർട്ട് നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന ഒരു വീക്ക്ലി ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും ഒരു വീക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് 11,712-ൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് കാണാം മാർക്കറ്റിൻ്റെ ആ ഒരു 1,271 പോയിൻറ്റ്സിൻ്റെ 10,585 എന്നുള്ള ഫെബ്രുവരിയിലുള്ള ആ ഒരു ലോയിൽ നിന്നുള്ളൊരു റാലി ഇപ്പോൾ ഓൾമോസ്റ്റ് 12% ഉയർന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഇലക്ഷനോടുകൂടി ഇവിടെ നിന്നും ഉള്ളൊരു മാർക്കറ്റിൻ്റെ ഇലക്ഷൻ റിസൾട്ട് May 23 വരുന്നതോടുകൂടി ആയിരിക്കും ഈ ഒരു ലെവലിൽ നിന്നുള്ള അടുത്ത ഒരു റേഞ്ചിലേക്കുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ ഒരു ലെവലിൽ തന്നെയുള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് തന്നെയായിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു 200 പോയിൻറ്റ്സിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ട്രേഡിംഗ് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു റേഞ്ച്. അതേസമയം നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് നമ്മൾ എല്ലാ വീക്കിലും നോക്കാറുള്ളതാണ്. കഴിഞ്ഞ വീക്കിലൊന്നും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഇല്ലാതെ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിൽ ജസ്റ്റ് 3 ഡേയ്സിൻ്റെ ഒരു ട്രേഡിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 11,761-ൻ്റെ ഒരു ലെവലിൽ നിന്നും ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത് 11,856-ൻ്റെ ഒരു ഹൈ ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് ഇപ്പോൾ അവിടെ ഒരു കൺസോളിഡേഷൻ പേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാർക്കറ്റിൽ പെട്ടെന്നുള്ള ഒരു റിസൾട്ടിൻ്റെതായിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിൽ ഒരു 12,000-ലേക്കും അതിന് മുകളിലേക്ക് പോകാൻ സാധിച്ചാൽ 12,210-ലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് മുകളിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. എങ്കിൽ താഴെ ലെവലിൽ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫുകളിൽ ഫസ്റ്റ് 11,467-ലായിരിക്കും സപ്പോർട്ട് ലെവൽ ഉണ്ടായിരിക്കും. അതിന് താഴെ 11,311 എന്നുള്ളൊരു രീതിയിലുള്ള സപ്പോർട്ടും ആയിരിക്കും. നമുക്കത് താഴെ കാണുന്ന 11,022 എന്നുള്ളത് 200-ഡേ മൂവിങ് ആവറേജ് ആണ്. അവിടെയായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു റിവേഴ്സൽ പോയിന്റ് ആയിട്ടുള്ള ഷാർപ്പ് സെൽ ഓഫിൽ ഇപ്പോൾ ഇലക്ഷൻ മുന്നോടിയായിട്ടുള്ളത് ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഷാർപ്പ് ഒരു സെൽ ഓഫ് എക്സ്പെക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 11,022 എന്നുള്ള ലെവൽ തന്നെയായിരിക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ഇനി നമുക്ക് നിലനിൽക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കിനി നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ഒരു ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. വളരെ വിചിത്രമായ രീതിയിലുള്ളൊരു ക്യാൻഡിൽസ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ഫ്രൈഡേയിൽ കൃത്യമായിട്ടുള്ളൊരു ഷാർപ്പ് 100 പോയിൻറ്റ്സിന് മുകളിലുള്ളൊരു റാലിയോടുകൂടി 11,754-ലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം മൺഡേ ഹോളിഡേ ആയിരുന്നു. അതിനുശേഷം ട്യൂസ്ഡേയിൽ 30th ഏപ്രിലിന് മാർക്കറ്റ് ഒരു ഹൈ 11,756 ടച്ച് ചെയ്തതിന് ശേഷം ഒരു ലോ 11,655 ടെസ്റ്റ് ചെയ്യുകയുണ്ട്. ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സിൻ്റെ ഫ്ലക്ച്വേഷൻ ഹൈയും ലോയും ഡിഫറൻസ് റേഞ്ച് ചെയ്തതിന് ശേഷം 100 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് 6 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. ആ സെയിം പാറ്റേണിൽ തന്നെ നമുക്കറിയാം ഫസ്റ്റ് മെയിന് ഹോളിഡേ ആയിരുന്നു. അതിന് ശേഷം തേഴ്സ്ഡേയിൽ ഓപ്ഷൻ എക്സ്പയറി ഉണ്ടായിരുന്നു. അന്ന് മാർക്കറ്റ് കുറേ കൂടി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഹൈ ആയിട്ടുള്ള 11,789-ഉം ലോ 11,699 സെറ്റ് ചെയ്തു. 23 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് അന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാം
ഫ്രൈഡേയിൽ നമുക്കൊരു മാർക്കറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു 12 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി അന്നും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കും, മൈനസിൽ തന്നെയാണ്. 3 ഡേയ്സിലും ചെറിയൊരു ലോസോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഒരു 42 പോയിൻറ്റ്സിൻ്റെ ലോസിലാണ് അന്ന് ഈ കഴിഞ്ഞ വീക്ക് അങ്ങനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്കിനി നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന വിളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. വിളാറ്റിലിറ്റി ഇൻഡെക്സ് 24.03 ട്രേഡ് ചെയ്യുന്നത്. ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ് 24.03 എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്ക് പ്രീവിയസ് വീക്കിൽ 21.71 ആയിരുന്നു, കുറച്ചുകൂടെ മുകളിലേക്ക് വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വരും ദിവസങ്ങളിൽ ഈ ഇലക്ഷൻ റിസൾട്ട് മുന്നോടിയായി നിൽക്കുന്നതുകൊണ്ട് മെയ് മാസത്തിൽ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് എന്തായാലും 20ക്ക് മുകളിൽ തന്നെ ട്രേഡ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെന്തായാലും കൂടുതൽ നമ്മളൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അതിന് കൊടുക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു ഓപ്ഷൻസിൻ്റെ പ്രീമിയം എല്ലാം ലെവൽസിലായിരിക്കും ഒരു ഇലക്ഷൻ മുന്നോടിയായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇലക്ഷനോട് കൂടിയായിട്ടുള്ള മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റിയാണ് ഈ ഒരു ലെവലിലേക്ക്, ഇത്രയും ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് വിക്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ ലെവലിൽ തന്നെയായിരിക്കും ഇലക്ഷൻ റിസൾട്ടോട് കൂടി റിസൾട്ട് വരുന്നത് വരെ ഈ ലെവലിലൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യും. നമുക്കിനി അടുത്തതായിട്ട് നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 11,467 ഒരു ലോവർ റേഞ്ചും ഹൈ ലെവലിൽ 11,850 ഒരു അപ്പർ റേഞ്ചുമാണ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ട്രേഡിംഗ് റേഞ്ചായിട്ട് ഫിക്സ് ചെയ്യാവുന്നത്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടുള്ള ആഴ്ചകൾ തന്നെയാണ്. കാരണം മാർക്കറ്റിൽ നമുക്കൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു ട്രെൻഡ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനോ അതുപോലെ ഒരു ബുദ്ധിപരമായ രീതിയിൽ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചൊന്നും കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് ആയിരുന്നു കഴിഞ്ഞ വീക്സിലൊക്കെ. പക്ഷേ നെക്സ്റ്റ് വീക്ക് മുതൽ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ ഉള്ള വോള്യത്തോടു കൂടി തന്നെ ട്രേഡിംഗ് ആരംഭിക്കും. അടുത്ത ആഴ്ച മുതൽ പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ റിസൾട്ടിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ഫ്ലക്ച്വേഷൻസും അതുപോലെ തന്നെ Q4 റിസൾട്ട്സിനോടനുബന്ധിച്ചുള്ള ട്രേഡിങ്ങും എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ സാധിക്കും. അതിനിടയിൽ ഞാൻ ഇന്ന് നമ്മുടെ ഈ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മളൊരു എപ്പോഴും എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് നമുക്കൊരു കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതേസമയം ആ സ്റ്റോക്കുകൾ വിൽക്കാതെ തന്നെ നമുക്കൊരു ഇൻകം ലഭിക്കുന്ന രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് 50 റുപ്പീസിന് വാങ്ങി 100 റുപ്പീസിന് വിൽക്കുന്നു, അങ്ങനെയുള്ള പ്രോഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളതല്ലാതെ ആ കമ്പനിയിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഓണർ ആണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ സ്റ്റോക്ക് വിൽക്കാത്ത എന്ത് റിട്ടേൺ ലഭിക്കുന്നു എന്നുള്ള കാര്യം ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓണർ ഹോൾഡ് ചെയ്യുന്ന പോലെ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻകം ലഭിക്കുന്നുണ്ട്. ആ പ്രോഫിറ്റിൻ്റെ ഷെയറായിട്ട് ആ കമ്പനി എല്ലാ വർഷവും ഒരു ഡിവിഡൻഡ് തരുന്നുണ്ടായിരിക്കും. എല്ലാ കമ്പനീസും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത്. നല്ല കമ്പനീസ് എല്ലാ വർഷവും നല്ല ലാഭത്തിൽ പോകുന്ന കമ്പനീസ് ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാറുണ്ട്. അതൊരു പക്ഷേ ആനുവലായിട്ടാവും കൊടുക്കുന്നത്. പക്ഷേ ചില കമ്പനീസ് ഇൻട്രിം ഡിവിഡൻഡ് ആയിട്ടുള്ള വീക്കിലി ആയിട്ടും എല്ലാ ക്വാർട്ടറിലായിട്ടും ഡിക്ലെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ക്വാർട്ടർലി ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ആ ക്വാർട്ടറിൽ തന്നെ അത് തരികയും ചെയ്യാറുണ്ട് പല കമ്പനീസിലും. അപ്പോൾ ഞാനതിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താണ് ഡിവിഡൻഡ് എന്നും എന്താണ് ഡിവിഡൻഡ് ഈൽഡ് എന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് ഈ ക്വാർട്ടർലി ഡിവിഡൻസ് നമുക്ക് ലഭിക്കുന്നത്, അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ്, അതായത് ഡിവിഡൻഡ് ലഭിക്കുമ്പോൾ അതിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീക്ക്ലി വ്യൂവിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴും സംസാരിക്കാനുള്ള ഒരു കമ്പനിയാണ് മണപ്പുറം ഫിനാൻസ് അല്ലേ. അപ്പോൾ അതിന് ജസ്റ്റ് ഞാനൊന്ന് ആ വീഡിയോയിൽ എന്താണ് ഞാൻ പറയുന്നത് എന്നതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2018 മണപ്പുറം ഫിനാൻസ് 100% ഡിവിഡൻഡാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഫേസ് വാല്യൂലാണ്, അല്ലാതെ കമ്പനിയുടെ ഇപ്പോൾ മണപ്പുറം ഫിനാൻസിൻ്റെ പ്രൈസ് ഷെയർ ട്രേഡ് ചെയ്യുന്നത് 117 അല്ലേ. കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തതിന് 117 പക്ഷേ കമ്പനിയുടെ ഫേസ് വാല്യൂ 2 റുപ്പീസിനാണ്. അപ്പോൾ ആ കമ്പനി കഴിഞ്ഞ വർഷം 100% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഫേസ് വാല്യൂലാണ് 100% അപ്ലൈ ചെയ്യുന്നത്. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് 2 റുപ്പീസാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഈ 2 റുപ്പീസ്
ഡിവിഡൻ്റായിട്ട് ലഭിച്ച 2 rupeesനെ നമ്മൾ അന്നത്തെ മാർക്കറ്റ് പ്രൈസുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത 117 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.7% ആണ് ഈ ഡിവിഡൻഡ് ഈൽഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് റെഗുലറായിട്ട് ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. മണപ്പുറം ഫിനാൻസ് എല്ലാ ക്വാർട്ടറിലും ഡിവിഡൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനിയാണ്. നമുക്കറിയാം കുറേയധികം ഷെയർ ഹോൾഡേഴ്സ് ഇതിൽ നിന്നും എല്ലാ ക്വാർട്ടറിലും $10,000 ഡിവിഡൻഡ് ലഭിച്ച അത് ആ റെഗുലറായിട്ടൊക്കെ കിട്ടുന്ന പൈസ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുകയും നമ്മുടെ ലൈഫിൽ പല എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു ക്ലയൻറ്റ്, അദ്ദേഹം 10 lakhs rupees മണപ്പുറം ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം അന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓൾമോസ്റ്റ് 50 rupees ആയിരുന്നു. അപ്പോൾ ഒരു 20,000 ഷെയർസ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 20,000 into 2, അതായത് 40,000 ആണ്. ഈ 40,000 ഒരു പ്രാവശ്യമായിട്ടല്ല ലഭിക്കുന്നത്, പല ക്വാർട്ടറിലായിട്ട് ഡിക്ലെയർ ചെയ്തതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വാർട്ടറിലും 10,000 rupees വെച്ചാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഒരു അഡീഷണൽ ഇൻകം ആയിട്ട്, എസ്പെഷ്യലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെയുള്ള NRIs റിട്ടയർഡ് നാട്ടിൽ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഡിവിഡൻഡ് ഇൻകം ലഭിക്കുക. ഇത് ടാക്സ് ഫ്രീ ആണ്, ഇത് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. കമ്പനി ടാക്സ് അടച്ചതിന് ശേഷമാണ് ഡിവിഡൻഡ് നമുക്ക് പാസ് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ടിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതേസമയം ഈ 50 rupees വാങ്ങിയ സ്റ്റോക്ക് ഇപ്പോൾ 117 വന്നപ്പോൾ ഒരു സ്റ്റോക്കിൽ അദ്ദേഹത്തിന് 67 rupees പ്രോഫിറ്റ് ഉണ്ടല്ലേ. അപ്പോൾ 67 into 20,000 എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് 10 lakhs വാങ്ങിയതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ 23,40,000 ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് ആ 30,40,000 ഇൻകം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് വിറ്റിട്ടില്ല, അതുകൊണ്ട് റിയലൈസ് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. അതേസമയം ഡിവിഡൻഡ് ഇൻകം അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിന് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്ന എമൗണ്ടാണ്. ഡിവിഡൻഡ് ആയിട്ട് ആ കമ്പനി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഡിവിഡൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡിവിഡൻഡ്. എന്താണ് ഡിവിഡൻഡ് ഈൽഡ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഇത് നമ്മുടെ സ്റ്റോക്ക് പ്രൈസിലുണ്ടാകുന്ന മൂവ്മെൻറ്റും അതുപോലെ ഡിവിഡൻഡും എല്ലാം തമ്മിലുള്ള ഒരു ബന്ധം എന്നതിനെ കുറിച്ചാണ് ഞാൻ ആ വീഡിയോ സംസാരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീക്കിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായില്ലേ യെസ് ബാങ്ക് എന്നുള്ള കമ്പനിയെ കുറിച്ച്. യെസ് ബാങ്ക് 1,507 crores ഒരു ലോസാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്തിരുന്നത്. ഫ്രൈഡേയിൽ കഴിഞ്ഞ വീക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ട്രേഡിംഗ് ഉണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ പറയുണ്ടായി എന്തായാലും 230 ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് 196 ലെവലിലേക്കെങ്കിലും കറക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ പറയുണ്ടായി. പക്ഷേ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കാണാം അന്ന് യെസ് ബാങ്ക് കറക്റ്റ് ചെയ്തിട്ട്, പക്ഷേ 191 196 ഒന്നും സപ്പോർട്ട് ലഭിച്ചില്ല. സ്റ്റോക്ക് അന്ന് 160 വരെയും ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫോട് കൂടിയാണ് അവിടെ ലോ സെറ്റ് ചെയ്ത് 160 ആണ്. നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ CEO അപ്പോയിൻമെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാതിരുന്നപ്പോൾ ഒരു 400 ലെവലിൽ നിന്നുണ്ടായൊരു സെൽ ഓഫ് വന്ന് നമുക്കറിയാം ഒരു 146.75 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ആ ഇഷ്യൂ പുതിയൊരു CEO അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റീബൗണ്ട് ചെയ്ത് വന്ന് 286 വരെ വന്ന് കംഫർട്ടബിൾ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ റിസൾട്ടിന് മുന്നോടിയായിട്ട് ഒരു 230 കറക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും റിസൾട്ട് വന്നപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ലോസ് ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. അത് കൂടുതൽ പ്രൊവിഷൻസും എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് കുറെ കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് യെസ് ബാങ്ക് മാറുന്നു എന്നുള്ളതിനുള്ളൊരു ഇൻഡിക്കേഷനാണ്. ആക്ച്വലി ഇതൊരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് ലോങ് ടൈമിൽ ഞാൻ നോക്കുമ്പോൾ. പക്ഷേ എനിക്ക് കുറേയധികം റിക്വസ്റ്റുകൾ വരികയുണ്ടായി. യെസ് ബാങ്കിൽ എന്താണ് ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ട സ്ട്രാറ്റജി, ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ പല പ്രാവശ്യം ഈ നമ്മുടെ ഈ AAA Profit Analytics എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ പറയുകയുണ്ടായി 260 ലെവലിൽ യെസ് ബാങ്ക് എക്സിറ്റ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ പറയുകയുണ്ടായി. പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട സമയമാണ്, അതിനുശേഷം വീണ്ടും ലോവർ ലെവൽസ് എൻട്രി ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഇത്രയും 160 ലെവലിലേക്കുള്ള ഒരു ഷാർപ്പ് സെൽ ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇനി നമുക്ക്
അടുത്തതായിട്ട് യെസ് ബാങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കുറേയധികം പേര് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി, എന്തായാലും ഈ സെൽ ഓഫ് കഴിയട്ടെ, അതിനുശേഷം നമുക്കൊന്ന് നമ്മുടെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാമെന്നുള്ളത്. യെസ് ബാങ്ക് നല്ല ബാങ്കാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യൂ, മാർക്കറ്റിൻ്റെ ആ വൊളാറ്റിലിറ്റി അതൊന്ന് കഴിയട്ടെ. നമ്മളിപ്പോൾ ഇന്ന് അതിലുള്ള അവസരം തീരും എന്നുള്ള രീതിയിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമല്ലാതെ നമ്മൾ കുറച്ച് പേഷ്യൻസോടുകൂടി മാറി നിൽക്കുക. അതിനകത്തുള്ള ആ വൊളാറ്റിലിറ്റി കഴിയട്ടെ, നമുക്ക് അവസരം നമ്മൾ കുറച്ച് മെച്യൂരിറ്റി കാണിക്കേണ്ട സമയമാണ്. ഒട്ടും തന്നെ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. ചെയ്യുകയാണെങ്കിൽ തന്നെ പല ലെവൽസിൽ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതല്ല ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് നേരെ മുകളിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതി ആണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം നമുക്ക് കുറച്ച് പേഷ്യൻസോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് വീണ്ടും 146 എന്നുള്ളൊരു ലോ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനൊരു വീക്ക്ലി റേഞ്ചിൽ വരുന്ന ഒരു 126ൻ്റെ ഒരു ലോയും ഉണ്ട്. ഒരു പക്ഷേ അതും ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 20% എമൗണ്ട് ഇപ്പോൾ 160 ലെവലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം 150 ലെവലിൽ വീണ്ടും ലഭിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് അതൊരു 130 ലെവലിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അത് ഞാൻ പറയുന്നതിന് പ്രധാനമായിട്ടും ഞാൻ എൻ്റെ ഒരു അനാലിസിസിൽ നമുക്ക് നോക്കൂ, ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഇതൊരു ഡിമാൻഡ് സോണാണ് യെസ് ബാങ്കിൻ്റെ. നമുക്കറിയാം സപ്ലൈ സോൺ ആയിരുന്നത് 266 286 ലെവലിൽ നിന്നുള്ളൊരു ഷാർപ്പ് സെൽ ഓഫോട് കൂടി വന്നിരിക്കുന്നത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഡിമാൻഡ് സോണായിട്ടുള്ള 198നും 146 എന്നുള്ള ഒരു വൈഡ് റേഞ്ചിലുള്ള ഡിമാൻഡ് സോണാണ് ഇവിടെ ഉള്ളത്. അതിൽ അപ്പർ റേഞ്ചിന് നമ്മളധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ലോവർ റേഞ്ച് ആയിട്ടുള്ള 146 ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ പെട്ടെന്നുള്ളൊരു റീബൗണ്ട് അല്ല, നമ്മളൊരു 1 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ ആണ് യെസ് ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ നമുക്ക് 3 മന്ത്സിലോ 6 മന്ത്സിലോ ഉയർന്ന് നല്ല ലെവലിലേക്ക് കിട്ടിയേക്കാം. പക്ഷേ നമ്മൾ ഒരു 1 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും തയ്യാറുള്ളവരാണ് യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളത്. അതായത് ഡെയിലി ചാർട്ടിൽ നമുക്ക് കാണുന്ന ഡിമാൻഡ് സോൺ 198ഉം 146ൻ്റെ ഒരു വൈഡ് റേഞ്ചിലാണ്. ഇതിൽ തന്നെ 146ൻ്റെ ലെവൽ അല്ലെങ്കിൽ 150 ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പേഷ്യൻസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അതേസമയം നമുക്ക് നോക്കൂ, നമ്മൾ വീക്ക്ലി ചാർട്ടിൽ നമുക്കൊരു ഡിമാൻഡ് സോണിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യെസ് ബാങ്കിൻ്റേതാണിത്. യെസ് ബാങ്കിൽ താഴെ ലെവലിൽ വീക്ക്ലി ലെവലിൽ വരുന്ന ഡിമാൻഡ് സോൺ 153ക്കും 126നും ഇടയിലാണ്. അപ്പോൾ ഒരു പക്ഷേ യെസ് ബാങ്ക് വരും ദിവസങ്ങളിൽ 126ഉം ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഏറ്റവും ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ 150ക്കും 126നും ഇടയിൽ വളരെ സ്റ്റാഗേർഡ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയറിൽ ഒരു 240 ലെവലിലേക്ക് വെക്കുകയാണെങ്കിൽ വളരെ നല്ല പ്രോഫിറ്റാണ് അല്ലേ, എത്ര % പ്രോഫിറ്റാണ് അത്. അപ്പോൾ അത് അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് യെസ് ബാങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കഴിഞ്ഞ ഷാർപ്പ് സെൽ ഓഫിൽ നിന്നും 146ൽ നിന്നും 280 ലെവലിലേക്ക് വന്ന അത്ര സ്പീഡ് ഒരു പക്ഷേ ഈ സ്റ്റോക്കിന് അടുത്ത ക്വാർട്ടറിലൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ 2 ക്വാർട്ടറും ഒക്കെ ഒരു പക്ഷേ ഇതുപോലെയുള്ള ലോസുകളൊക്കെ ഇനി പ്രൊവൈഡ് ചെയ്യാനുണ്ടായിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്റ്റോക്ക് ഒരു റീബൗണ്ടോടുകൂടി പെർഫോം ചെയ്യുക. അപ്പോൾ യെസ് ബാങ്കിൽ നമുക്ക് എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി കുറേ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് 150ക്കും 126നും ഇടയിൽ സ്റ്റോക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഐഡിയൽ. കൂടുതൽ ആവേശം കാണിക്കാനുള്ളൊരു സമയമല്ല. കാരണം കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 1506 crores ലോസാണ്. അപ്പോൾ നമ്മളവിടെ അധികം ആവേശം കാണിക്കാൻ, നമ്മൾ ലോസ് ഉള്ള ഒരു കമ്പനിയിൽ അധികം ആവേശം കാണിക്കാതിരിക്കുക. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി പണമാണല്ലേ. അപ്പോൾ അത് ആവേശം കാണിക്കണ്ട, നമുക്ക് സമയം ഉണ്ട്. പക്ഷേ ബാങ്ക് നന്നായി പെർഫോം ചെയ്യുന്നൊരു ബാങ്കാണ്. പുതിയൊരു മാനേജ്മെൻറ്റ് ടീം നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് വീണ്ടും 300 ലെവലിലേക്കൊക്കെ ഉയർന്നു വരും. പക്ഷേ അതിന് നമുക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ എന്നിട്ട് നമ്മൾ ഹയർ ലെവലിൽ വാങ്ങുന്നത് എന്നുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നമുക്ക്
അങ്ങനെയുള്ള ഒരു അവസരം. ഇപ്പോൾ സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉയർന്നു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രം. അപ്പോൾ കുറച്ച് റിസ്ക് നമുക്ക് കുറച്ചുകൂടെ താഴെ ലെവലിൽ വെയിറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു റിസ്ക് ആണ്. അതൊരു പക്ഷേ നമുക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളത്. നമുക്ക് വേറെ അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ യെസ് ബാങ്കിൽ അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി കുറച്ചുകൂടെ കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു 176 മൂവ്മെൻറ്റ് ഇതൊരു ഡെഡ് ക്യാറ്റ് ബൗൺസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ കണ്ടാൽ മതി. കാരണം കുറേ അധികം മുകളിൽ നിന്ന് വന്ന് വീഴുന്നതിന് ശേഷം ഒരു റീബൗണ്ട് ഉണ്ടാവും. വീണ്ടും അടുത്തൊരു സെൽ ഓഫ് എക്സ്പെക്റ്റ് ചെയ്യണം 150 ലെവലിലേക്ക്. അതുവരെയും വെയിറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തതായിട്ട് വളരെ നല്ല റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ബന്ധൻ ബാങ്ക്. പുതിയതായിട്ടുള്ള ഈ മൈക്രോ ഫിനാൻസ് ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണിത്. പുതിയതായിട്ട് ബാങ്കിങ് ലൈസൻസ് ലഭിച്ചതിന് ശേഷം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കാണ് ബന്ധൻ ബാങ്ക്. ഒരു പക്ഷേ നിങ്ങൾ ബന്ധൻ ബാങ്കിനെ കുറിച്ച് ഒരു പക്ഷേ അധികം കേട്ടിട്ടുണ്ടാവില്ല. കാരണം കേരളത്തിലൊക്കെ ബ്രാഞ്ചസ് ബാങ്കിന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കമ്പനി കഴിഞ്ഞ ദിവസം റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ബാങ്കിൻ്റെ ലോൺ ബുക്ക് 38% ഗ്രോത്താണ് March 31, 2019 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത്, ലോൺ ബുക്കിൻ്റെ ഗ്രോത്താണത്. അതേസമയം തന്നെ നെറ്റ് പ്രോഫിറ്റ് 68% ജമ്പോട് കൂടി നെറ്റ് പ്രോഫിറ്റ് 651 crores നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു പെർഫോമൻസ് ആണ്. എന്തായാലും കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 388 crores പ്രോഫിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 68% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഗ്രോത്താണ്. നമുക്ക് ബന്ധൻ ബാങ്കിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. ബന്ധൻ ബാങ്ക് നമുക്കറിയാം 741 ലെവലിൽ ഒരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം ഈ സ്വിംഗ് ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു 368 വരെയും താഴ്ന്നു വന്നിരുന്നതാണ്. അതിനുശേഷം വീണ്ടും ഒരു 583 ഒരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 397 കറക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അതിനുശേഷം വീണ്ടും പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം 622 ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബന്ധൻ ബാങ്കിൻ്റെ നമുക്കൊരു ഷോർട്ട് ടൈമിൽ നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ഒരു 650 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ലോവർ ലെവൽസിൽ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുകയാണെങ്കിൽ ഒരു 650 ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കൊരു ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ബന്ധൻ ബാങ്ക്. എസ്പെഷ്യലി ഇപ്പോൾ യെസ് ബാങ്കിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധൻ ബാങ്ക് എന്നുള്ള ഈ ബാങ്കിനെ നമുക്കൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കൊട്ടാക് ബാങ്കിൻ്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. Q4 പ്രോഫിറ്റിൽ ഒരു 25% ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് 1407 crores നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കൊട്ടാക് ബാങ്ക് 1417 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കുറേയധികം ബ്രോക്കിംഗ് ഹൗസുകൾ എസ്പെഷ്യലി CLSE ഒക്കെ നമുക്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനെ ഒരു ടാർഗറ്റ് ഉയർത്തി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്, ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ പീരീഡിലൊക്കെ കുറേയധികം സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഷോർട്ട് ടൈം ഒരു ടാർഗറ്റ് 1500 പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്. അതുപോലെ നമുക്ക് കഴിഞ്ഞ അടുത്ത വീക്കിൽ Q4 റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന കുറച്ച് നല്ല കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസാണ് ICICI ബാങ്ക്, മാരിക്കോ, അതുപോലെ എസ്കോട്ട്സ്, VIP ഇൻഡസ്ട്രീസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, കജാറിയ സിറാമിക്സ് എന്നീ കമ്പനികൾ. ഈ കമ്പനികൾ നെക്സ്റ്റ് വീക്കിൽ നമുക്കൊരു പക്ഷേ വളരെ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നൽകാനുള്ള സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്സിൻ്റെ റിസൾട്ട് ഡേയ്സിൽ നമുക്കൊന്ന് ഈ സ്റ്റോക്കുകളെ പ്രത്യേകിച്ച് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ട്രേഡ് ചെയ്യാനുള്ള ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളൊന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ HPCL, BPCL, അതുപോലെ ONGC, HDFC ലൈഫ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക്, അതുപോലെ തന്നെ റിലയൻസ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. താങ്ക് യു.